എല്ലാവർക്കും MICയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പറഞ്ഞ സബ്ജക്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലു അർജുൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ ഇന്ന് പുഷ്പ സിനിമാസിൻ്റെ ട്രീസറും ഇറക്കിയിട്ടുണ്ട്. നമുക്കെന്നാൽ പുഷ്പ സിനിമാസിൻ്റെ ട്രീസർ നോക്കിയാലോ, അതിനുശേഷം വന്ന് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം പുഷ്പ 2ൻ്റെ ട്രീസറിലോട്ട് പോകാം. എന്നാൽ നമുക്ക് നേരെ ട്രീസർ കാണാനായിട്ട് പോയാലോ. നേരെ വീഡിയോ പോയിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും നല്ല അടിപൊളി ഒരു മൂവി തന്നെയാണ് പുഷ്പ 2 വരാൻ പോകുന്നത് നമുക്ക് പറയാം കേട്ടോ. സെറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു ഡാൻസിൻ്റെ ഇടയിൽ, അവർ ആചാരങ്ങൾക്കിടയിൽ ഒരു ഡാൻസിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റ് സീൻ മാത്രമാണ് വിട്ടേക്കുന്നത്. വേറെ ഒന്നും ഇതുവരെ വിട്ടിട്ടില്ല. ആ ലുക്കും കാര്യങ്ങളൊക്കെ നല്ല ഗെറ്റപ്പായിട്ടുണ്ട്. ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു വലിയൊരു ഗ്രൗണ്ടോ വലിയൊരു കാടിനുള്ളിലോ നടക്കുന്ന ഒരു ചെറിയൊരു ആഘോഷങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സ്റ്റണ്ട് സീനായിരിക്കും ആ വരാൻ പോകുന്നതെന്ന് 100% ഉറപ്പാണ്. നമ്മുടെ ഫേമസ് താരമായിട്ടുള്ള ഫഹദ് ഫാസിലോ കാര്യങ്ങൾ ആരും തന്നെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ഇത് മാത്രം ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്കൊന്ന് ചെറിയ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു പാട്ടിൻ്റെ അകത്തുനിന്ന് ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന രീതിയിൽ, പക്ഷേ കാണിച്ച രീതിയും നല്ല അടിപൊളി മാസം ലുക്കായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പമ്പൻ ഒരു ഫൈറ്റ് സീനാണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. നല്ലൊരു കിഡിലൊരു ഫൈറ്റ് സീനും കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. പിന്നീട് എന്തായാലും ആഗസ്റ്റ് 15 മഴയുണ്ട് വെളിയിൽ, അതുകൊണ്ടാണ് ഒരു എരപ്പും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് കേട്ടോ. വേറെയൊന്നുമല്ല, കാര്യങ്ങളൊന്നും പറയാൻ മറന്നു പോയിട്ടുണ്ട്. മഴ നല്ല രീതിയിൽ മഴ ഇടിയെല്ലാം ഉണ്ട് വെളിയില. ചൂടത്ത് നല്ലൊരു മഴ പെയ്തത് നല്ലൊരു ഇത് തന്നെയാണ്. പിന്നീട് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 15 നമ്മുടെ റിലീസും കാര്യങ്ങളും വരാൻ പോകുന്നത്. എന്തായാലും പുഷ്പ 2 നമ്മുടെ കേരളത്തിൽ നല്ലൊരു തരംഗം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. കാര്യം നമ്മുടെ 1 നല്ല അടിപൊളി ഒരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് അല്ലു അർജുന് കേരളത്തിൽ നല്ല കിഡിലെ ഒരു ഫാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു പവറും വേറെ തന്നെയാണ്. കാര്യം കുഞ്ഞുനാളിലൊക്കെ അല്ലു അർജുൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശം തന്നെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പം പുഷ്പ 2 പുഷ്പ 1 നല്ലൊരു മികച്ച അഭിനയം കാഴ്ചകളാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കാട്ടി കൂടുതലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്കിനി അടുത്ത ട്രെയിലറും കാര്യങ്ങളൊക്കെ വരും ഉടനെ തന്നെ. എന്തായാലും ആഗസ്റ്റ് മാസമാണ് പടം ഇറങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായത് നമുക്ക് ട്രെയിലറും കാര്യങ്ങളും വരും. അപ്പം കൂടുതൽ നല്ല ഡീപ്പായിട്ട് നമുക്ക് പറയാനുള്ള അതാണ്. ഒരു ആചാരത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു അടികലാശമാണ്. എനിക്കൊന്ന് വീണ്ടും ആ പഴയ കേസിൻ്റെ തന്നെ മുന്നോടിയായിട്ടുള്ള ഒരു കഥ പോലെ തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. അതിനെ ആസ്പദമാക്കി നല്ലൊരു രീതി വീണ്ടും ഫഹദ് ഫാസിൽ വില്ലനാകുന്നു, ആൾക്കാരെ വിടുന്നു തല്ലിക്കാൻ, അങ്ങനെ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്. പിന്നെ ട്വിസ്റ്റും കാര്യങ്ങൾ എന്തുവാണെന്ന് നമുക്ക് അറിയത്തില്ല. അതും വേറെ ഒരു കാര്യമാണല്ലോ, നമ്മൾ പടം കണ്ടിട്ടില്ല. പടം ഇതായി ഫുള്ള് ആയിട്ടില്ലല്ലോ, അത് വേറെ ഒരു കാര്യം. അപ്പോൾ അതനുസരിച്ചായിരിക്കും പോകുന്നത്. ഒരു ഫോറസ്റ്റിനകത്ത് തന്നെ ആയിരിക്കും ഇതും. ഫോറസ്റ്റിനകത്ത് തന്നെ അവർ ഒരു ആചാരവും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അത് തടയാനും വേണ്ടി അതിനെ ഇയാളെ തീർക്കാൻ വേണ്ടി ആയിരിക്കും ഫഹദ് ഫാസിലായിരിക്കും ആളെയും കാര്യങ്ങളും വിട്ടേക്കുന്നത്. അങ്ങനെ ഒരു ഫൈറ്റ് സീനിലോട്ട് പോയി നിൽക്കുന്ന രീതിയിലാണ്. ഏറ്റവും അവസാനം ആ ഗർജനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടൊക്കെ ഇനി നമുക്ക് പറയണമെങ്കിൽ ട്രീസറൊക്കെ വരണം. ട്രീസറാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇനി ട്രെയിലറൊക്കെ പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് പറയണമെങ്കിൽ തന്നെ നമ്മൾ ചുമ്മാ കത്തി അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉള്ള കാര്യം പറയാൻ നിർത്തുക, അത് തന്നെയാണ് നമ്മുടെ ഇത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. നമ്മുടെ ചാനലും കാര്യങ്ങളും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം നിധി.